ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഇനി ശ്യാമ ഇൻ്റർവ്യൂവിൽ തൻ്റെ കുഞ്ഞിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് രാധിക. രാധികയുടെ മറുപടി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ടെൻഷനോടെ തന്നെ വരുണും മുത്തശ്ശിയും പത്മിനിയും ഒക്കെ. അതിനുശേഷം പിന്നെ ഐശ്വര്യ കുഞ്ഞിനെ പറ്റി സംസാരിക്കുന്നത് ശ്യാമ കേൾക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു വേണം, എൻ്റെ കുഞ്ഞിനെ തരാൻ ഞാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ശ്യാമ കരഞ്ഞ് കാല് പിടിച്ച് ചോദിക്കുകയാണ് ഐശ്വര്യയോട്. വാക്കാണോ എന്ന് ഐശ്വര്യ പറയേ, എൻ്റെ കുഞ്ഞെവിടെ എന്നൊക്കെ കരഞ്ഞ് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഫോട്ടോ കാണിക്കുകയാണ് ശ്യാമയെ. കുഞ്ഞിനെ കാണാം, കുഞ്ഞിനെ തരികയും ചെയ്യാം, പക്ഷേ ഒരു കണ്ടീഷൻ. നിന്റെ കുഞ്ഞിൻ്റെ പേരിൽ വസുന്ധരാമ്മയും അച്ഛനും എഴുതി വെച്ച സ്വത്ത് എനിക്ക് കിട്ടണമെന്ന് അന്ന് ഐശ്വര്യ പറഞ്ഞതായിരുന്നു. നിങ്ങൾക്ക് സ്വത്തല്ലേ വേണ്ടത്? എനിക്കിനി ഒന്നും ആലോചിക്കാനില്ല, എല്ലാം നിങ്ങൾ എടുത്തോളൂ. ഈ ലോകത്ത് എനിക്ക് എന്തിനേക്കാൾ വലുത് എൻ്റെ കുഞ്ഞാണ്, എൻ്റെ മോളെ എനിക്ക് വേണം എന്ന് ശ്യാമ പറയുകയും ശ്യാമ സ്വത്തുക്കൾ ഐശ്വര്യയുടെ പേർക്ക് എഴുതി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആ ഒരു ഓർഫനേജിൽ എത്തുകയാണ്. എന്നിട്ട് ആ മദർ പറയുന്നുണ്ട്, രാധാ കഴുത്തിൽ രാധാകൃഷ്ണൻ ലോക്കറ്റ് അണിഞ്ഞ ഒരു കുഞ്ഞിവിടെ ഉണ്ടെന്ന്. കൂടെ ശ്യാമയോടൊപ്പം ഐശ്വര്യ ഉണ്ടായിരുന്നു. എൻ്റെ മോളെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് ആകാംക്ഷയോടെ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കുഞ്ഞവിടെയില്ല. കുറച്ച് മുന്നേ വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ശ്യാമ അവിടെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. നിങ്ങൾ എവിടെ മാറ്റിയെന്ന് പറയുക പ്ലീസ് എന്ന് പറഞ്ഞ് ശ്യാമ അവിടെ കിടന്ന് കരയുന്നുണ്ട്. ശേഷം ഐശ്വര്യ ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിലായിരുന്നു കുഞ്ഞിനെ കൊടുത്തിരുന്നത്. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട് അയാൾ. തനിക്ക് ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച് കുറച്ച് പണം അയാളുടെ മുന്നിലേക്ക് കാണിക്കുന്നുണ്ട്. ഇത് നിനക്കുള്ളതാണെന്ന് പറയുന്നു. ഈ കുഞ്ഞിനെ കൊല്ലാനെന്ന് ഐശ്വര്യ. എന്നാൽ അയാൾക്ക് കൊല്ലാൻ മനസ്സ് വന്നില്ല. ആദ്യം കുഞ്ഞിനെ കൊല്ലാമെന്ന് വിചാരിച്ചെങ്കിലും കുഞ്ഞിനെ കൊല്ലാൻ തോന്നില്ല. കൃഷ്ണ, നിന്റെ രൂപമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയിട്ട് ഈ കുഞ്ഞിനെ എടുത്ത് വളർത്തട്ടെ, ഇനി എന്ത് വേണമെന്ന് നീ തന്നെ തീരുമാനിക്കുക കണ്ണ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ കുഞ്ഞിനെ ഒരു കുട്ടവഞ്ചിയിലാക്കി പുഴയിലൂടെ ഒഴുക്കി വിടുകയാണ്. ഇതുകൂടി കേട്ടപ്പോൾ രാധികയ്ക്ക് കാര്യം മനസ്സിലായി. ഇതുപോലെ തന്നെയായിരുന്നു തന്നെ അച്ഛന് കിട്ടിയതെന്ന് അന്ന് പറഞ്ഞ ഓർമ്മയിലുണ്ട്. അച്ഛൻ പറഞ്ഞ കാര്യം വീണ്ടും രാധിക ആലോചിക്കുന്നു. ഇത് കേട്ടപാടെ പൂജാമുറിയിലേക്ക് പോയി കണ്ണൻ്റെ മുന്നിലിരുന്ന് പൊട്ടിക്കരയുകയാണ് രാധിക. എന്ത് പറ്റിയെന്ന് ചോദിച്ച് മുത്തശ്ശിയും പത്മിനിയും രാധികയുടെ പിറകെ വന്നു. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി, അച്ഛന് എന്നെ എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു കുളക്കടവിൽ ആരോ ഒരു കുട്ടവഞ്ചിയിൽ കിടത്തിയതുപോലെയാണ് ഞാൻ എന്നെ കിട്ടിയത്. ഒരു കുട്ടവഞ്ചിയിൽ ഒഴുകി വന്നതാണ് ഞാനെന്നാണ് അച്ഛൻ തിരക്കിയപ്പോൾ പറഞ്ഞത്. ശ്യാമമ്മേടം പറഞ്ഞത് കേട്ടില്ലേ? ശ്യാമമ്മേടത്തിൻ്റെ കുഞ്ഞിനെയും ഇതുപോലെ എന്നെ പ്രസവിച്ചത് ശ്യാമമ്മേടമാണോ? എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ എൻ്റെ കണ്ണ എന്ന് പറഞ്ഞ് വീണ്ടും രാധിക പൊട്ടിക്കരയുന്നു. പിറ്റേ ദിവസം ഓഫീസിൽ വരുണും പരമേശ്വരനും സംസാരിക്കുകയാണ്. പരമേശ്വരൻ എല്ലാ ഫയലും ചെക്ക് ചെയ്യുന്നുണ്ട്. ആരോ നമ്മുടെ ബിസിനസ്സിനെ തകർക്കാൻ ശ്രമിക്കുന്നത് പോലെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു. ഈ സമയത്താണ് രാധികയുടെ കോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ വരുൺ ഫോൺ എടുക്കുന്നില്ല. അതിനേക്കാൾ ടെൻഷൻ ആയതുകൊണ്ടാണ് വരുൺ ഫോൺ എടുക്കാത്തത്. വീണ്ടും രാധിക ഫോൺ വിളിച്ചു. നീ ആ കോൾ എടുക്കുക എന്ന് അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ വരുൺ ഫോൺ എടുത്തു. വരുൺ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, ശ്യാമമ്മേടത്തിൻ്റെ കാര്യമാണ് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു, ഞാനും അച്ഛനും വളരെ സീരിയസ് ആയ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഞാൻ ഇനി ഇതാരോടാ പറയാ വരുൺ, ഇനി എന്നെ എപ്പോഴാണ് വിളിക്കുക? വീണ്ടും ബിസിനസ്സിനെ പറ്റി സംസാരിക്കുകയാണ് പരമേശ്വരൻ. ഇന്ന് വരെയുള്ള നീക്കിയിരിപ്പ്, കണിമംഗലത്തിന് സ്വന്തമായിരുന്ന വസ്തുവകകൾ എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു. എന്തിന്? നമ്മുടെ വീടടക്കം പണയത്തിലാണ് എന്നൊക്കെ പറയുന്നു. അറിയാച്ച എല്ലാം തിരിച്ചു പിടിക്കണമെന്നുള്ളൊരു ധൈര്യത്തിലാണ് ഞാൻ എന്ന് വരുൺ. തിരിച്ചു പിടിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എല്ലാവരും അറിഞ്ഞാൽ നമ്മുടെ കണിമംഗലത്തിൻ്റെ ക്രെഡിബിലിറ്റി തകരും. പിന്നെ മുന്നോട്ട് ഒരു ചുവട് വയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ഇനി മുന്നോട്ടെടുക്കുന്ന തീരുമാനം ഞാനും നീയും മാത്രം അറിയാനുള്ളതാണ്. ആ ഡിസ്കഷനിൽ മറ്റൊരാൾ ഉണ്ടാകാൻ പാടില്ലെന്നും അച്ഛൻ പറയുന്നു. രാധികയാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷനിൽ. ഇതിനി ആരോട് പറയും? മനസ്സിലുള്ള കാര്യം ആരോടെങ്കിലും പറഞ്ഞേ പറ്റൂ. രാധികയുടെ ടെൻഷൻ മുത്തശ്ശിയും പത്മിനിയും ശ്രദ്ധിക്കുന്നുണ്ട്. വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ഒന്ന് തിരിച്ച് വിളിച്ചൂടെ വരുണിന്? നിസ്സാര കാര്യമില്ലല്ലോ. എൻ്റെ അമ്മയാണോ അതോ? ലോകത്ത് ആർക്കും ഇങ്ങനെ ഒരു ഗതികേടുണ്ടാകരുത്. സാഹചര്യങ്ങളെല്ലാം സത്യമാണ്. അപ്പോൾ സങ്കടപ്പെടുത്തി എന്നെ കൊല്ലും, അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് പറയുകയാണ് രാധിക മുകളിലേക്ക് കരഞ്ഞുകൊണ്ട് പോയ സമയത്ത് പത്മിനി മുത്തശ്ശിയോട് പറയുന്നു, അമ്മയും വരുണിനെ സമ്മതിക്കണം. എത്രയോ കാലം മുന്നേ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും മോളെ ഇങ്ങനെ സങ്കടപ്പെടുത്തണമായിരുന്നോ? അവളോട് സത്യം പറഞ്ഞുകൂടായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനൊരു അവസ്ഥയുണ്ടായിരുന്നെങ്കിൽ എന്നേ പറഞ്ഞേനെ. രാധികയ്ക്ക് അവളുടെ അമ്മയെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വരുണിനൊട്ടും സന്തോഷമില്ലെന്നാണോ നീ വിചാരിച്ചത്? കുറേ നാളുകളായി രാധിക മോള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് വിലങ്ങുതടിയായിപ്പോൾ അവളുടെ മുന്നിലുള്ളത്. നമ്മളുടെ മുന്നിൽ അവൾ നിന്ന് ഉരുകുന്നുണ്ട്. പക്ഷേ തൊട്ട് മുന്നത്തെ ദിവസം
അവൾ ആവർത്തിച്ചത് അവളുടെ അമ്മയെ കണ്ടാൽ അവൾ അംഗീകരിക്കില്ല എന്നാണ്. അവളുടെ പേടി എല്ലാവരിലും ഉണ്ടാവില്ലേ? അത് വെറുതെ തോന്നലാണ്. എനിക്ക് തോന്നുന്നത് ശ്യാമയാണ് അവളുടെ അമ്മ എന്നറിഞ്ഞാൽ അവൾ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നാണ് എന്ന് പത്മിനി. അമ്മയെ കാണണം എന്ന ആഗ്രഹം അവളുടെ മനസ്സിലുണ്ടാകട്ടെ. അത് മനസ്സിൽ വല്ലാണ്ട് ഉറച്ചു കഴിയുമ്പോൾ സ്വന്തമായി അമ്മയെ തിരക്കി ഇറങ്ങിക്കോളും. അതാണ് വരുണും ആരതിയും പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നടക്കട്ടെ എന്ന് മുത്തശ്ശി. ആ സമയം ഡ്രസ്സൊക്കെ മാറി രാധിക അവിടേക്ക് വന്നു. എനിക്ക് അത്യാവശ്യമായി ഫിദാമേടത്തെ കാണണം, ഞാൻ പൊയ്ക്കോട്ടെ എന്ന് അനുവാദം ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയോട്. അവരുടെ ഇടയിൽ ഏറ്റവും വലിയ മുഹൂർത്തം തന്നെയായിരിക്കും ഇത് എന്നൊക്കെ മുത്തശ്ശി പറയുന്നു. വരുണിനോടും കൂടി വിളിച്ച് പറയട്ടെ, അവനും കൂടി അവിടെ ചെല്ലട്ടെ എന്ന് പത്മിനി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു, വേണ്ട പത്മിനി, അത് അവരുടെ മാത്രം ലോകമല്ലേ, അത് അവർ ആസ്വദിക്കട്ടെ, എല്ലാം നന്നായി തീരട്ടെ. ശേഷം കാണിക്കുന്നത് ശ്യാമ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ്. അമൃത ശ്യാമയോട് പറയുന്നുണ്ട്, രാധിക എല്ലാം കണ്ടു കാണും, ഇനി അവളുടെ തീരുമാനമാണ് അറിയേണ്ടത്. ഈ ടെൻഷൻ ഉണ്ടാവുമെന്ന് നമുക്കറിയാവുന്നതല്ലേ, കാത്തിരുന്നേ പറ്റൂ എന്ന് അമൃത. അങ്ങനെ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അതാ രാധിക ഒരു കാറിൽ വന്നിറങ്ങുന്നു. ടെൻഷനോടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ് ശ്യാമ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.